പൗലോ കൊയ്ലോയുടെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, ചെറിയ പുസ്തകമാണ്, ഒഴുകുന്ന നദി പോലെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം ഒരു മുത്തശ്ശിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചെറിയ കോൺഫറൻസിൽ വെച്ചിട്ടാണ് മുത്തശ്ശിയെ കണ്ടത്. അങ്ങനെ ഈ മുത്തശ്ശിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു മുത്തശ്ശിയാണ്. നല്ല പ്രായമുണ്ട്, പക്ഷെ ഭയങ്കര എനർജിയാണ്. അപ്പൊ പൗലോ കൊയ്ലോ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഈ എനർജിയുടെ രഹസ്യം എന്താണ്? മുത്തശ്ശി പറഞ്ഞൊരു രഹസ്യമുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്, എൻ്റെ വീട് കുറച്ചപ്പുറത്താണ്, ആ വീട്ടിലേക്ക് വന്നാൽ ഞാൻ രഹസ്യം പറഞ്ഞു തരാം. അങ്ങനെ പൗലോ കൊയ്ലോ അവരുടെ വീട്ടിലേക്ക് ചെന്നൊരു സംഭവം പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയെ കുറിച്ച് പറഞ്ഞു, ഇതാണ് എൻ്റെ സന്തോഷത്തിന്റെ രഹസ്യം. പൗലോ കൊയ്ലോയോട് അത് തുറന്നു നോക്കാൻ പറഞ്ഞു. ഇന്നേതാ ഡേറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിലുള്ള പേജ് ഒന്ന് മറിച്ചെടുക്കാൻ പറഞ്ഞു. പൗലോ കൊയ്ലോ ഇങ്ങനെ മറിച്ച് ആ ഡേറ്റിലെത്തി. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നാണ് പോളിയോക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത്. ഇന്നാണ് പോളിയോക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത്. മുത്തശ്ശി പറഞ്ഞു, ഇന്ന് സമാധാനമായിരിക്കാൻ ഇതുപോലെ. ഇതെങ്ങാനും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മോനെ എത്ര ആളുകളായിരിക്കും മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരിക. ദുർഘടമായ ജീവിതാവസ്ഥകളിലേക്ക് എത്ര മനുഷ്യരെ വിട്ടുകൊടുക്കേണ്ടി വരും. എനിക്കിന്ന് മനുഷ്യകുലത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അയാളുടെ അത്രയേറെ രാവുകളും പകലുകളും അധ്വാനവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് ഒരാൾ ഈ മരുന്ന് കണ്ടെത്തി എന്നുള്ളത് മുഴുവൻ മനുഷ്യന്മാർക്കുണ്ടായിട്ടുള്ള സമാധാനം എത്ര വലുതാണ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. ഇന്ന് വൈകുന്നേരം വരെ സന്തോഷിക്കാൻ എനിക്കത് മതി. 80 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുള്ള ഒരു മുത്തശ്ശിയാണ് പറയണത്. ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയാം? ആയുസ്സിനൊരു മീനിങ് കൊടുക്കുകയാണ്. പറഞ്ഞു വന്നത് എന്താണെന്നറിയാം? ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ്? ഇതാണ് പ്രശ്നം. ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ്? അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തത കിട്ടാനുള്ള മരുന്ന് എന്താണ്? എനിക്ക് 4 മരുന്നുകളാണ് കിട്ടിയത്. നിങ്ങളോടത് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. കുറച്ച് സമയം ഞാൻ എടുക്കുള്ളൂ, കുറച്ച് സമയം. ഈ 4 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ പഠിച്ച 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കണ്ടന്റ്മെന്റ് ആണ്. കണ്ടന്റ്മെന്റ് എന്താ? കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി. സംതൃപ്തി. നമ്മളിപ്പോ എവിടെയാണോ ഉള്ളത് അവിടെ, നമ്മൾ ആരുടെ കൂടെയാണോ ഉള്ളത് അവരെ, നമുക്ക് എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ആർക്കാണോ സ്വീകരിക്കാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ മാത്രമേ ഒരു ഇന്നർ പീസ് അനുഭവിക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? അല്ലേ? അസംതൃപ്തി എവിടെയാണോ മനുഷ്യനുണ്ടാവണത് അവർക്ക് എന്താ നഷ്ടപ്പെടുക? സമാധാനം നഷ്ടപ്പെടുക. അതിങ്ങനെ എണ്ണി നോക്കിയാൽ ഏറ്റവും സൂക്ഷ്മമായ കാര്യമടക്കം ഏറ്റവും വലിയ കാര്യത്തിലേക്ക് വരിക. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ ഒരു സംതൃപ്തിയാണ്. ഇപ്പൊ ചില ആളുകൾ പറയില്ലേ, എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നു, ഞാൻ എന്തും കഴിക്കും എന്നൊക്കെ പറയില്ലേ? ചില ആളുകൾ അങ്ങനെ പറയില്ലേ, ഞാൻ എന്തും കഴിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോ അയാൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായിട്ട് മാറണം ആലോചിച്ചു. അയാൾ എത്ര ഈശ്വരനോട് പഠിച്ചവനോട് എത്ര നന്ദിയുള്ളൊരു മനുഷ്യനായിരിക്കണം അല്ലേ? ഞാൻ എല്ലാം കഴിക്കുമെന്ന് പറയുമ്പോഴേ, കാരണം ഒരാൾക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം വേറൊരാൾക്ക് ടോണിക് ആയിരിക്കും. ഒരാൾക്ക് ടോണിക് ആയ കാര്യം വേറൊരാൾക്ക് ടോക്സിക് ആയിരിക്കും. നിങ്ങൾ കഴിക്കുന്ന സാധനം ചിലപ്പോൾ എനിക്ക് പറ്റണമെന്നില്ല, എൻ്റെ ശരീരത്തിന് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് പറയാം ഞാനെല്ലാം കഴിക്കും എന്ന് പറയുമ്പോൾ പോലും ഒരാളുടെ ഉള്ളിൽ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകനുണ്ട്, നൂഹ് പ്രവാചകൻ അല്ലെ? നോഹ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചവൻ എന്താ പറഞ്ഞതെന്നറിയാം? നോഹ പ്രവാചകൻ. നോഹയുടെ പെട്ടകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബൈബിളിലുണ്ട് നോഹയുടെ പെട്ടകം. കപ്പല് കണ്ടുപിടിച്ച ആളാണ്.
ദൈവകൽപ്പനയാൽ കപ്പൽ നിർമ്മിച്ച ആളാണ്. ഈ നൂഹ് നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ പേരെന്താണെന്നറിയാം? അദ്ദേഹം നന്ദിയുള്ള അടിമയാണ്. അബ്ദൻ ഷക്കൂർ എന്നാണ്, നന്ദിയുള്ള അടിമയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഖുർആൻ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? അതിന്റെ കാരണം അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പടച്ചോനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, നന്ദി പറയും. ഭക്ഷണത്തിന്റെ പേരിൽ അത്രയേറെ നന്ദി കാണിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പടച്ചോൻ അദ്ദേഹത്തെ വിളിച്ച പേര് പോലും എന്താണ്? അബ്ദൻ ഷക്കൂർ, നന്ദിയുള്ള അടിമ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ഒരു സംശയവും വേണ്ട, ഗ്രാറ്റിറ്റ്യൂഡാ, നന്ദി. ഈ നന്ദിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ കണ്ടന്റ്മെന്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് എന്താണോ ഉള്ളത് അതില് എൻ്റെ ഉള്ളില് കണ്ടന്റ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, സംതൃപ്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനോട് ആദ്യം എനിക്ക് ഉണ്ടാവേണ്ടത് നന്ദിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ദുബൈയിലാണ്, സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാ. അവന് കുറെ കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെന്താ പേരിട്ടത് എന്നറിയോ? ആ മോൾക്കിട്ട പേരെന്താന്നറിയോ? ദുആ ലയാൽ. ദുആ ലയാൽ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? എത്രയോ രാവുകളിലെ പ്രാർത്ഥനയാണ്. ഒരായുസ് മുഴുവനും ആ കുഞ്ഞിനെ നൽകിയവനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഒത്തിരി പേരാ അല്ലേ? എന്താണ്? ദുആ ലയാൽ, എത്രയോ രാത്രികളിലെ പ്രാർത്ഥന. ആ കുഞ്ഞിന്റെ ചിരി കാണുമ്പോഴൊക്കെയും, ആ കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുമ്പോഴൊക്കെയും അതൊരു ദൈവസ്തുതിയായി മാറുകയാണ്. ദുആ ലയാൽ, എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ്. ബൈബിളില് ജോസഫ് എന്നും വിശുദ്ധ ഖുർആനില് യൂസുഫ് എന്നും പറയുന്ന ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തോടുള്ള അസൂയ കാരണം കൊല്ലാൻ വേണ്ടിയിട്ട് ഒട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാണ്. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല, അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ ഈജിപ്തിലെ മന്ത്രിയൊക്കെ ആയിട്ട് മാറുന്ന ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. ഈ യൂസുഫ് എന്ന പ്രവാചകന് പിന്നീടൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനിട്ടൊരു പേരുണ്ട്. ഈ പേര് പറഞ്ഞപ്പോ ഓർമ്മിച്ചതാണ് കേട്ടോ. എന്താ പേരെന്നറിയോ? ആ കുഞ്ഞിന് അദ്ദേഹം ഇട്ട പേരായിരുന്നു മനാസേ. മനാസേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാം മറക്കുക. കാരണം ഈ കുട്ടി വലിയ കുട്ടിയാവും. ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോ നാട്ടുകാർ ഈ കുട്ടിയോട് വന്നിട്ട് പറയും, നിന്റെ മൂത്താപ്പയൊക്കെ നിനക്കറിയോ? നിന്റെ ഇച്ചാപ്പയൊക്കെ നിനക്കറിയോ? ആരാന്നറിയോ? നിന്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ ആളാ, നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളാ. കൊല്ലാൻ വേണ്ടിയിട്ടേ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാ. അവരോട് പകരം ചെയ്യണം, പ്രതികാരം ചെയ്യണമെന്ന് ആരെങ്കിലും ഈ കുട്ടിയോട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പറയാനുള്ള മറുപടി എന്താണ് എന്ന് ആ കുട്ടിയുടെ പേരിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. സാരില്ലടാ പോട്ടെ അല്ലേ, മനാസ, സാരില്ലടാ പോട്ടെ. ദുആ ലയാൽ, എത്രയോ രാത്രികളിൽ പ്രാർത്ഥന. നമ്മൾ മുമ്പ് എവിടെയോ പറഞ്ഞിരുന്നു, മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നടനെ കുറിച്ച്, സിനിമാ നടനാണ്. അദ്ദേഹമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവില് അദ്ദേഹത്തോട് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവ്യ ചോദിക്കുന്നുണ്ട്, അച്ഛനെ കുറിച്ച് ചോദിച്ചു. അച്ഛനെ കുറിച്ച് വളരെ ആവേശത്തോടെ ആള് മറുപടി പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. അച്ഛനൊരു വക്കീലാണ് ഇരിങ്ങാലക്കുടയിലെ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന ആളാണ്. ആരുടെയും അഡ്രസ്സിൽ കയറി വന്നതല്ല, കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന സാധാരണക്കാരനായ ഒരാളാണ്. അപ്പൊ അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനത്തോടെ ആള് സംസാരിച്ചു. അമ്മയെ കുറിച്ച് ചോദിച്ചു, അമ്മയെ കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ അവന്റെ ചേട്ടനെ കുറിച്ച് ചോദിച്ചു. ചേട്ടനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവൻ കരഞ്ഞുപോയി.
ഇവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇവന്റെ ചങ്കിടറി ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പറയാണ്, അവനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. അവനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നു. ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പിന്നാലെ കൂടിയത്. ആ സമയത്ത് ഇവന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇവന്റെ ബൈക്കിന് പെട്രോൾ അടിക്കണം, ഓരോ യാത്രയ്ക്കും പൈസ ആവശ്യമുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമില്ലേ. ആ സമയത്ത് ഇവന്റെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരാൾ കൃത്യമായി 4,000 രൂപ വെച്ചു കൊടുക്കും. 4,000 രൂപ. അത് മതി, എമ്പാടും അത് മതി. അതാരായിരുന്നു എന്നറിയോ? ഇവന്റെ ഈ ചേട്ടൻ. പക്ഷെ ചേട്ടൻ അന്ന് എത്രയായിരുന്നു ശമ്പളം എന്നറിയോ? 9,000 രൂപ. ആകെ 9,000 രൂപ കിട്ടുന്ന ഒരാള് 4,000 രൂപ സ്വന്തം അനുജന്റെ കിനാവുകൾക്ക് ഒരു താങ്ങാവാൻ 4,000 രൂപ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കഥ ഈ അനിയൻ എപ്പോഴാ പറയുന്നതെന്നറിയോ? കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത്. കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ 4,000ന്റെ കഥ പറഞ്ഞ് കണ്ണു നിറയുന്നതിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതെല്ലാവർക്കും ഉണ്ടാവില്ല. ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കലാണ് ജീവിതത്തിന്റെ മഹത്വം. ടോവിനോ തോമസ് എന്ന സമീപകാലത്തെ ഏറ്റവും പ്രതിഭാശാലിയായ ചലച്ചിത്ര നടനാണ്. അയാളെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. കാരണം ഒരാളുടെ മഹത്വം അടയാളപ്പെടുത്തുന്നത് അയാൾ ആരൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതല്ല, ആരൊക്കെ ആയി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കരുത്. ഇപ്പൊ ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ മൈക്ക് പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണക്കാരായ കുറേ മനുഷ്യന്മാരുണ്ട്. അവരൊന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ അവരെ മറക്കാൻ പറ്റും. എന്നെ ഞാനാക്കിയ മനുഷ്യന്മാര് ഈ ആയുസിന്റെ അവസാനത്തെ നിമിഷത്തിൽ എന്റെ ഉള്ളിൽ ഉറവയായി അവരിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം. എന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ചില വേരുകളെ ഒരാൾ മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് എന്താണോ ഉള്ളത് അതിലൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോഴേ പഠിച്ചവനോടും മനുഷ്യന്മാരോടും എല്ലാവരോടും നമ്മുടെ ഉള്ളിലൊരു നന്ദി ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉള്ളതിലൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലേ? എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ആസ്വദിക്കുന്ന പോലും ഇല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കുവൈത്തില്. അവർക്ക് ഈ എന്താണ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന്റെ അസോസിയേഷനൊക്കെ ഉണ്ട്. അവൻ എന്നോട് പറഞ്ഞതാണ്, പണ്ടൊക്കെ അറബികൾ ഹോട്ടലിലേക്ക് വരും. അറബികൾ ഹോട്ടലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പേടിയാ മലയാളികൾക്ക്. കാരണം ഇവര് ഭയങ്കര പ്രശ്നക്കാരാ, ഇവർക്ക് എരിവ് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് ദേഷ്യപ്പെടും, ഭക്ഷണമൊക്കെ എടുത്തുവിട്ട് വലിച്ചെറിയും. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അതില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അറബികൾ വന്നാൽ വളരെ സമാധാനത്തോടെ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചിട്ട് അവര് പോകും. എന്താ കാരണം എന്നറിയോ? കാരണം പറഞ്ഞപ്പോഴേ രസം. എന്താ? അവരിത് ആസ്വദിക്കുന്നില്ല, അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുകയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എരിവോ പുളിയോ മധുരമോ രുചിയോ പോലും അവരറിയുന്നോലുമില്ല. പിന്നെ ഇതിനെ കച്ചറ ഉണ്ടാക്കുന്നത് നമ്മളോ? ഏകദേശം ഇതേപോലെ തന്നെയല്ലേ? നമ്മളെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മളെന്ന് അറിയുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ്. കാരണം എൻ്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ അളക്കാൻ പറ്റില്ല. സാധാരണ പ്രഭാഷണങ്ങളിൽ ഉണ്ടാകുന്നൊരു തെറ്റാണത്. നമ്മളില്ല. എൻ്റെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ന് പറയാം, ഞാൻ ചെയ്യുന്നു എന്ന് പറയും, നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരാൾ ഏറ്റവും മൈൻഡ്ഫുൾ ആയിട്ട് അത്
ആസ്വദിക്കുക എന്നുള്ളതാണ്, കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലേ? ശരിയല്ലേ? അതിന്റെ രുചിയൊക്കെ ആസ്വദിച്ച് ഒരാൾ കഴിക്കുക എന്നുള്ളതാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഈശ്വരനോട് അല്ലെങ്കിൽ തരുന്ന ആളോട് ഒക്കെ ഉണ്ടാവണ നന്ദി. എൻ്റെ ഒരു ഗുരു ഉണ്ട്, സമാധിയായി, ആള് സന്യാസിയായിരുന്നു, സ്വാമിജിയായിരുന്നു, തിരുവില്ലാമലയിലായിരുന്നു. സ്വാമി നിർമ്മലാനന്ദ ഗിരി മഹാരാജ് എന്നായിരുന്നു പേര്. സ്വാമിജി സമാധിയായി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. വെറുതെ ഇങ്ങനെ പോയി ഇരുന്നാൽ മതി കുറച്ചു നേരം, അങ്ങനത്തെ ഒരു സാന്നിധ്യമായിരുന്നു. സ്വാമിജി പറയും, ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ പോലും ആ ഹോട്ടലിന്റെ ആളില്ലേ, ഉടമസ്ഥനില്ലേ, ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളില്ലേ, പറ്റെങ്കിൽ അവരോടൊക്കെ കണ്ടിട്ടൊന്ന് കൈപിടിച്ചിട്ട് സ്വാമിജിയുടെ ഭാഷയിലൊന്ന് നമസ്കരിക്കണം, അല്ലെങ്കിൽ ഒന്ന് നന്ദി പറയണം. നമ്മുടെ ഉള്ളിലേക്ക് അന്നം തരുന്ന മനുഷ്യന്മാർ, നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്ര മനുഷ്യന്മാരുണ്ട്, നമുക്ക് വേണ്ടി വസ്ത്രം ഉണ്ടാക്കിയ എത്ര മനുഷ്യന്മാർ. നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പോലും എത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും എന്നിങ്ങനെ വെറുതെ ആലോചിച്ചു. എണ്ണ തീരോ? ഇതിൻ്റെയൊക്കെ അപ്പുറം ഒരു വലിയ മഹാശക്തിയുടെ കരുണാപ്രവാഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമ്മുടെ അഹങ്കാരത്തിന്റെ മിനാരങ്ങളൊക്കെ, അഹങ്കാരത്തിന്റെ വലിയ വലിയ ഉയർച്ച തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അത്. അഹങ്കാരം വേണം. ഭൂമിയോളം താഴെ ഒരാൾ എത്ര അങ്ങനെ താഴുന്നുണ്ടോ അത്രയുമാണ് അയാളുടെ മഹത്വം.